കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം. ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ. നല്ല സന്തോഷത്തിലാണ്. പൊന്നു ഗുരുവായൂരപ്പന് ഇന്ന് ഉച്ചപൂജ, കളഭാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു. പൊന്നുണ്ണിക്കണ്ണൻ നല്ല സന്തോഷത്തിലാണ്. ഇന്നത്തെ കളഭാലങ്കാരം കാണാൻ നല്ല കൗതുകമുണ്ട്. അരയ്ക്ക് കീഴ്പ്പെട്ട് മത്സ്യത്തിന്റെ രൂപത്തിലും അരയ്ക്ക് മേപ്പെട്ട് മഹാപ്രഭുവിന്റെ രൂപത്തിലാണ് ചാർത്തിരിക്കണത്. ദശാവതാരത്തിലെ ആദ്യത്തെ അവതാരം മത്സ്യാവതാരാണെന്ന് ചാർത്തിരിക്കണത്. നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട്. അരയ്ക്ക് കീഴ്പ്പെട്ട് മത്സ്യത്തിന്റെ രൂപത്തിൽ അങ്ങനെ വാല് പോലെ ഇങ്ങനെ മത്സ്യത്തിന്റെ ദേഹമായിട്ടൊക്കെ വാല് പോലെ ഇങ്ങനെ വളച്ച് ആ വാലിങ്ങനെ ഇളകണ്ടോ തോന്നും കണ്ടാല് മത്സ്യരൂപം. അങ്ങനെ അരയിലേക്ക് ഇങ്ങനെയുണ്ട്. കഴുത്തിൽ നല്ല ഭംഗിയുള്ള ഒരു മാങ്ങാമാല, കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ ഒരു മാല, രണ്ടിൻ്റെയും നടുവിൽ ഒരു സ്വർണ്ണ ഗോപീതിലകം, കൈവളകൾ തൊളുവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. 4 കൈകളോട് കൂടി മത്സ്യാവതാരമൂർത്തിയായിട്ടാ ചതുർബാഹുവായിട്ടാണ് ശ്രീലകത്ത് നിൽക്കുന്നത് കേട്ടോ. ശംഖുചക്ര ഗദാപത്മത്തോടുകൂടി ശംഖും ചക്രം സ്വർണത്തിന്റെ വെച്ചിട്ടുണ്ട്. ഗദ ചന്ദനം കൊണ്ട് ചാർത്തിരിക്കുകയാണ്. പത്മം ഒരു താമരപ്പൂ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ്റെ വേഷപ്പകർച്ചയൊക്കെ കാണാൻ നല്ല രസമാട്ടോ. ഞാൻ നല്ല സന്തോഷത്തിലാണ്. അല്ല ശംഖചക്ര ഗദാപത്മത്തോടുകൂടി മത്സ്യാവതാരമൂർത്തിയായിട്ടാണ് ശ്രീലകത്ത് നിൽക്കുന്നത് നമ്മുടെ ഗുരുവായൂരപ്പൻ. ചെവിയിൽ ചെവിപ്പൂക്കൾ, നെറ്റീമിൽ സ്വർണ്ണഗോപി, നല്ല മന്ദഹാസം. ആരെയും മയക്കുന്ന മന്ദഹാസമാണ് നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ്റെ മഹാപ്രഭുവിൻ്റെ. അത്ര രസമായിട്ട് പുഞ്ചിരി തൂക്കിയും കൊണ്ട് ശംഖചക്ര ഗദാപത്മത്തോടുകൂടി മത്സ്യാവതാരമൂർത്തിയായിട്ടാണ് നിൽക്കുന്നത് നമ്മുടെ ഗുരുവായൂരപ്പൻ. പൊന്നുകിരീടം ചാർത്തിയിട്ടുണ്ട്. പൊന്നുകിരീടത്തിൻ്റെ മുകളിൽ 2 തിരുമുടി മാലകളാണ് ചാർത്തിയിരുന്നത്. ഒന്ന് വെളുത്ത പൂവിൻ്റെ മുകളിൽ തെച്ചിപ്പൂ കുറച്ചായിട്ട്, പിന്നെ ഒരു വെളുത്ത പൂ മാത്രമായിട്ട്. അങ്ങനെ അതുപോലെ കഴുത്തിൽ നല്ല ഭംഗിയുള്ള 2 ഉണ്ടമാലകൾ, രണ്ടും ഒരുപോലെ വനമാല, തെച്ചിയും തുളസിങ്ങനെ ഇടകലർന്ന് നല്ല ഭംഗിയുള്ള 2 തടിച്ചുരുണ്ട ഉണ്ടമാലകൾ. അതുപോലെ ഈ തിരുമുടി മാലകളുടെ മുകളിൽ വിധാനമായിട്ടോ 5-6 ഉണ്ടമാലകൾ ചാർത്തിയിട്ടുണ്ട്. എല്ലാം കണ്ണന് പ്രിയപ്പെട്ട തുളസിപ്പൂ കൊണ്ടുള്ളതാ. നടുവിൽ കുറച്ച് തെച്ചിപ്പൂ ഉണ്ട് അങ്ങനെയായിട്ട്. അതോ ഈ മത്സ്യാവതാരമൂർത്തിയെ കാണാൻ നല്ല കൗതുകമുണ്ട്. മേശാന്തിയാണ് ചാർത്തിരിക്കണത്. നല്ല ഭംഗിയായിട്ടാണ് മേശാന്തി ചാർത്തിരിക്കണ മത്സ്യാവതാരമൂർത്തിനെ. നല്ല കൗതുകമുണ്ട് കാണാൻ. അങ്ങനെ മത്സ്യാവതാരമൂർത്തിയായിട്ട് ശ്രീലകത്ത് നിൽക്കണം ആ പൊന്നുണ്ണിക്കണ്ണൻ, പൊന്നു ഗുരുവായൂരപ്പൻ നമ്മളൊക്കെ അനുഗ്രഹിച്ചുകൊണ്ടാട്ടോ നിൽക്കണത്. അത്ര കൗതുകമുണ്ട്. നല്ല ഭംഗിയായിട്ട് മേശാന്തി ചാർത്തിയിട്ടുണ്ട്. നാരായണ. ആ ബ്രഹ്മസ്തംഭ പര്യന്ത ഭോഗത്തിൻ കൊതിയേറ്റവൻ, ഭക്തന്റെ ഉമിയും കല്ലും തിന്നാൻ മതി വരാത്തവൻ, ശ്രുതി കേൾക്കുമ്പോൾ ഉത്തരം പറയാത്തവൻ, പശുക്കളകറും നേരം പെട്ടെന്ന് വിളി കേൾക്കുവോൻ, വേദജിഹ്വയ്ക്ക് തൊട്ടെച്ചിലാക്കിയിടാൻ കഴിയാത്തവൻ, പൈക്കിടാവിൻ്റെ ജിഹ്വാഗ്രം നക്കിയുച്ചിഷ്ടമായവൻ, മധുകൈയുടെ പോലും ഞൊടികൊണ്ടു ജയിച്ചവൻ, ഗോപബാലനോടേറ്റപ്പോൾ തോറ്റുടൻ മണ്ണു കപ്പിയവൻ, ബ്രഹ്മാണ്ടത്തിലൊതുങ്ങാത്ത വന്മേനിയലുന്നവൻ, വല്ലവി മണിമാർ തൻ്റെ ഉള്ളംകൈയിലൊതുങ്ങിയവൻ. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. ശ്രീലകത്തതാ പൊന്നുണ്ണിക്കണ്ണൻ, പൊന്നു ഗുരുവായൂരപ്പൻ എന്ന മത്സ്യാവതാരമൂർത്തിയായിട്ടാണ് നിൽക്കുന്നത്. എല്ലാവരും അനുഗ്രഹിച്ചുകൊണ്ട് നല്ല പുഞ്ചിരി തൂക്കിക്കൊണ്ട്, ആ പുഞ്ചിരി കണ്ടാൽ തന്നെ നമുക്ക് നല്ല സന്തോഷവും. അങ്ങനെ പുഞ്ചിരി തൂക്കിക്കൊണ്ട് ആ മത്സ്യാവതാരമൂർത്തി എല്ലാവരും അനുഗ്രഹിച്ചുകൊണ്ട്, വേദങ്ങളെ സംരക്ഷിച്ചുകൊണ്ട്, ഭക്തന്മാരായി നമ്മളെ സംരക്ഷിച്ചുകൊണ്ട് ആ ശ്രീലകത്ത് നിൽക്കുകയാണ്. നമുക്ക് വേറെ ഒന്നും ചിന്തിക്കേണ്ട. കണ്ണൻ്റെ തൃപ്പാദത്തിൽ അങ്ങോട്ട് വീണ് നമസ്കരിക്കുക. ആ തൃപ്പാദത്തിൽ വീണ് നമസ്കരിക്കുക, അത് മുറുകെ കൊണ്ട് പിടിക്കുക. അതൊക്കെ നമുക്ക് അധികാരമുണ്ട്. ഭക്തന്മാർക്കാണ് ആ കണ്ണൻ്റെ തൃപ്പാദം. ആ തൃപ്പാദം മുറുകെ പിടിച്ച് ആ തിരുമുഖം നോക്കി, ആ മത്സ്യാവതാരമൂർത്തിയുടെ തിരുമുഖം നോക്കി, ആ പുഞ്ചിരി തൂക്കണ മുഖം നോക്കിയിട്ട് ഉറക്ക നാമം ജപിക്കാം. നമുക്ക് ഈ കലികാലത്ത് നാമം ജപം മാത്രമേ മാർഗമുള്ളൂ കേട്ടോ. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. ഞങ്ങളെ കൈവിടരുതേ. നാമം ജപിക്കാൻ തോന്നിക്കണേ. നല്ല ബുദ്ധി തോന്നിക്കണേ. നാവ് കുഴയരുതേ. നാവ് കുഴയാത്ത നാമം ജപിക്കാൻ സാധിക്കണേ എന്നുള്ള പ്രാർത്ഥനയോട് കൂടി നമുക്ക് ഉറക്ക നാമം ജപിക്കാം. കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. നാരായണ 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 ഹരേ ഹരേ.